ചൂരൽമലയിൽ ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യുന്ന സഹായം ഇനിയും തുടരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കഴിഞ്ഞ ഡിസംബർ വരെ ജീവനോപാധി കൊടുത്തു. ജനുവരി മാസത്തെ തുക കൊടുക്കാനുള്ള ഉത്തരവ് ഈ മാസം തന്നെ ഇറങ്ങും. ദുരന്തബാധിതർക്ക് ആശങ്ക വേണ്ടെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ഇത്തരം ആളുകൾക്ക് 2 കുടുംബാംഗങ്ങൾക്ക് ഒരു മാസം 300 രൂപ കൊടുക്കാം എന്നുള്ള സഹായം ഒരു മടിയുമില്ലാതെ ഇനിയും 3 മാസക്കാലത്തേക്ക് കൂടി നീട്ടാൻ തന്നെയാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ജനുവരി മാസം തന്നെ ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങും. ജനുവരി മാസത്തെ തന്നെ ആ പണം കൊടുക്കാനുള്ള നടപടിയെടുക്കും. ഈ കരുതൽ ചെറുതല്ല. ഈ ഇനത്തിൽ മാത്രം 15,64,10,000 രൂപ ദുരന്തബാധിതർക്കായി ഈ അക്കൗണ്ടിൽ മാത്രം നമ്മൾ വിതരണം ചെയ്തു. നടരാജ പരശുരാമുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ, ഇപ്പോഴത്തെ പ്രതിസന്ധി എങ്ങനെ നേരിടാനാണ് സർക്കാർ നീക്കം? ഇത്തരത്തിലുള്ള ആശങ്ക റവന്യൂ മന്ത്രി തള്ളുകയാണ്. ഇത് പ്രചാരണം ശരിയല്ലെന്നും ഇത്തരത്തിലുള്ള സഹായം നൽകുന്നത് തുടരുമെന്നുമാണ് റവന്യൂ മന്ത്രി പറയുന്നത്. ജനുവരി മാസത്തെ തുക കൊടുക്കാനുള്ള ഓർഡർ ജനുവരി മാസം ഇറങ്ങും. ഡിസംബർ വരെയുള്ള ഓർഡർ നേരത്തെ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ ആശങ്ക ദുരന്തബാധിതർക്ക് വേണ്ടെന്നും അവിടുത്തെ വീട് നിർമ്മാണത്തിനൊന്നും ഒരു തടസ്സവുമില്ലെന്നും റവന്യൂ മന്ത്രി വിശദീകരിക്കുകയാണ്. ചില കോണുകളിൽ നിന്നും ഇത്തരത്തിൽ തെറ്റായ വാർത്തകളും വിവരങ്ങളും പ്രചരിക്കുന്നുണ്ടെന്നും അത് വിശ്വസിക്കരുതെന്നുമാണ് ദുരന്തബാധിതരോടായിട്ട് റവന്യൂ മന്ത്രി പറഞ്ഞത്. ഈ മാസം തന്നെ ഇത് സംബന്ധിച്ച് പണം നൽകുന്നത് സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. ഈ ഇനത്തിൽ മാത്രം 15 കോടി രൂപയിലധികം അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. വീടുകളുടെ നിർമ്മാണം തുടരുന്നുണ്ട്. കച്ചവടക്കാർക്ക് പണം ലഭിച്ചില്ല എന്ന ആശങ്കയും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും പ്രതിപക്ഷത്തെ പരിഹസിക്കാൻ റവന്യൂ മന്ത്രി ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഓരോ ശ്രമവും നടത്തുകയാണ്. പ്രതിപക്ഷം എത്ര രൂപ പിരിച്ചു, എത്ര രൂപ കാണാനില്ല, എത്ര രൂപ മുക്കി എന്നുള്ള കാര്യം അവർ പരിശോധിക്കേണ്ടതാണ്. വി ഡി സതീശൻ പറയുന്ന വീടിന്റെ കണക്ക് അദ്ദേഹത്തിന് പോലും അറിയില്ലെന്നും റവന്യൂ മന്ത്രി പരിഹസിക്കുന്നു. ശരി, നടരാജാണ് വിവരങ്ങൾ നൽകിയത്.